ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്. ഇത് 1 കിലോനുണ്ട്. പിന്നെ കടലമാവ്, 4 കോഴിമുട്ട, മുളകിൻ്റെ പൊടി, ഉപ്പ്, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, പിന്നെ സവാള പൊടിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയില പൊടിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില, അപ്പോൾ തന്നെ പച്ചമുളക്, കുറച്ച് ബ്രെഡ് ക്രംസ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഉരുളക്കിഴങ്ങ് ഇത് പുഴുങ്ങി വെച്ചതാണ്. ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഇത് ഒരു മാഷർ വെച്ചിട്ട് നന്നായി മാഷ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ മാഷ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്നിട്ട് അടിക്കണ്ട. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പിട്ട് പുഴുങ്ങിയതാണ്. നന്നായി തീരെ കട്ടയില്ലാതെ മാഷ് ചെയ്തെടുക്കണം. അത് കൈ കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടാണെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാൻ കുറച്ച് കടലമാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ പൊടിയാണ്. പെരുംജീരകത്തിൻ്റെ പൊടി ഒക്കെ ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടമുള്ളവർക്ക് എരിവ് കുറക്കാം, കൂട്ടാം. മഞ്ഞളിൻ്റെ പൊടി, അപ്പോൾ തന്നെ കുരുമുളകിൻ്റെ പൊടി, കുറച്ച് കായം. ഇത് നമുക്ക് ഇതിൽ ചേർത്തെടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഈ സവാള മുറിച്ച് വെച്ചത്, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എല്ലാം ഇട്ട് മാഷ് ചെയ്ത് നന്നായി മാഷ് ചെയ്തെടുക്കണം, കട്ടയില്ലാതെ. കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇടാം, കുരുമുളകിൻ്റെ പൊടി, കുറച്ച് മഞ്ഞളിൻ്റെ പൊടി, മുളക്, ബ്രെഡ് ക്രംസ്. ഇനി ഇതൊക്കെ പാടെ ഇതിൽ ചേർത്തെടുക്കുക. നന്നായി ചേർത്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി ചേർത്തെടുത്താൽ മതി. നന്നായി ചേർത്തെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഇതേമാതിരി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നന്നായി ചേർത്ത് കൊടുക്കുക. ഇനി ആ കൈമ കുറച്ച് ഓയിൽ വറ്റുക. എന്നിട്ട് നമ്മൾ കൂട്ടി വെച്ച് ഉരുളക്കിഴങ്ങ് വയ്ക്കുക. നന്നായി ചേർത്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇതേമാതിരി പരത്തി കൊടുക്കുക. എന്നിട്ട് കോഴിമുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കാം. അതുപോലെ ഓയിൽ വയ്ക്കാം.
കൈൻ്റെ അടി വെച്ചിട്ട് ഇങ്ങനെ കുഴങ്ങിട്ടുണ്ട്. ഒരു പകുതി ഉണ്ട്, അത് വെച്ച് കൊടുക്കാം. പനീർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയേ. പൊരിച്ചെടുക്കാം. ഇതിലേക്ക് ആദ്യം ഡിപ്പ് ചെയ്യാം. ഇതേപോലെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടു ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കയ്യിലൊന്നും വെച്ച് ഡിപ്പ് ചെയ്യണ്ട, പൊട്ടിപ്പോവും. ഇതുപോലെ ഡിപ്പ് ചെയ്താൽ കൈ കൊണ്ട് തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇനി ഒന്ന് മൊരിഞ്ഞ് വെക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് വെക്കാം. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇതെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പൊരിച്ച സ്നാക്കൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോസിൽ മുക്കി കഴിച്ചാൽ മതി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ചട്ടിണി, പുതിനൻ്റെ ചട്ടിണി അതെടുത്താലും മതി. ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. നല്ല കോഴിമുട്ട അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.